ഹലോ, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് കുതിർത്ത് വെച്ച ചോളം, കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, അതേപോലെ തന്നെ മുള്ളങ്കി, ബീൻസ്, ക്യാരറ്റ്, നീളം പയർ, മല്ലിച്ചപ്പ് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രുചിയും ഗുണമൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് മാഗി ക്യൂബ് ചേർക്കണം. അതേപോലെ തന്നെ 2-3 സ്പൂണ് ഓട്സ് ചേർക്കണം. കുരുമുളക് പൊടി ചേർത്ത് ഇതിൻ്റെ രുചിയും ഗുണമൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ കഴുകി കട്ട് ചെയ്യാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ നീളം പയർ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പയറിന്ന് നമുക്ക് സസ്യ പ്രോട്ടീനും അതേപോലെ തന്നെ ഫൈബറും ലഭിക്കും. അതുകൊണ്ട് നമുക്കിത് വളരെ നല്ലതാണ് കേട്ടോ. ശരീരത്തിന് ഊർജം ലഭിക്കാൻ, അതേപോലെ തന്നെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും പയർ കഴിച്ചാൽ. നമുക്ക് മുള്ളങ്കിയാണ്. മുള്ളങ്കി നടുവിൽ കട്ട് ചെയ്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ. ഇതിൽ ധാരാളം വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനത്തിനും പ്രതിരോധശേഷി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ നമ്മളെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും തിളക്കത്തിനൊക്കെ ഈ സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ശരീരഭാരം കുറക്കാനും അതേപോലെ കുറേ സമയം വിശപ്പ് തോന്നാതിരിക്കാനൊക്കെ ഓട്സൊക്കെ നല്ല ഇതാണ് കേട്ടോ. ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമുക്ക് എല്ലാ വിറ്റാമിൻസും ധാതുക്കളും ഒക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഓട്സ് മാത്രം ഉണ്ടാക്കി കൊടുക്കാതെ വയസ്സായ അച്ഛനും അമ്മയ്ക്ക് വീട്ടിലുള്ള ആൾക്കാർ ഈ വെജിറ്റബിൾസും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് സൂപ്പാക്കി കൊടുത്തു നോക്കി. അതുപോലെ ക്ഷീണത്തിനൊക്കെ നല്ല കുറവുണ്ടാവും. ഇനി നമ്മളെ ബീൻസാണ്. ബീൻസും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഫൈബറും പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ദഹനത്തിനും ഹൃദയാരോഗ്യത്തിനൊക്കെ ബീൻസ് നല്ലതാണ്. പിന്നെ നമ്മളെ ക്യാരറ്റാണ്. ക്യാരറ്റും അതേപോലെ തന്നെ 2-3 കട്ടിങ്ങൊക്കെ കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ക്യാരറ്റിൽ ധാരാളം വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ദഹനത്തിനൊക്കെ ക്യാരറ്റ് നല്ലതാണ്. പ്രതിരോധശേഷി കൂട്ടാനൊക്കെ ക്യാരറ്റ് നല്ലതാണ്. നമ്മൾ മല്ലിച്ചപ്പാണ്. വിറ്റാമിൻ കെയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിട്ട് കൊടുത്താൽ നല്ല രുചിയും മണമൊക്കെ കിട്ടും സൂപ്പിന്. ഇനി നമ്മളെ ചോളവും ഗ്രീൻ പീസും കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ആദ്യം ഒന്ന് കുക്കറിലിട്ടൊരു 2-3 വിസിലടുപ്പിക്കാം. ഞാൻ ഈ പാത്രത്തിന് 2-3 പാത്രം വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഒന്നും ചേർക്കണില്ല, ഉപ്പൊന്നും ചേർക്കണില്ല. ഉപ്പ് നമ്മൾ അവസാനം മാഗി ക്യൂബൊക്കെ ചേർത്തതിന് ശേഷം നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് കയറാൻ സാധ്യതയുണ്ട്. ഈ വെജിറ്റബിൾസ് കൂടെ നമുക്ക് ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായിട്ട് മാറിയിട്ട് ക്ഷീണം മാറാത്തവർക്കൊക്കെ കുറച്ച് ദിവസം അടുപ്പിച്ച് ഈ സൂപ്പൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും. ക്ഷീണമൊക്കെ മാറിക്കോളും. നമ്മളെ ഓട്സാണ്. ഓട്സ് കൊളസ്ട്രോൾ കുറക്കാനൊക്കെ നല്ലതാണ്. അതേപോലെ കുറേ സമയം വിശപ്പൊന്നും തോന്നില്ല. നമ്മളെ ഗ്രീൻ പീസും ചോളവും വെന്തിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് 2 വിസിലടുപ്പിക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ലോണം വെന്തോട്ടെ. നമ്മൾ സൂപ്പായിട്ട് ഗ്ലാസ്സിലാക്കി കുടിക്കണമല്ലേ, നല്ലോണം ഒന്ന് വെന്തോട്ടെ. ഇത് ഇത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ പണിയുള്ളൂ. പിന്നെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മളെ മഴയത്തൊക്കെ ചൂടോടെ ഇങ്ങനെ കോരി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. വെന്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പാത്രം അടുപ്പത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഓട്സ് പച്ചവെള്ളത്തിലൊന്ന് കലക്കിയിട്ട്
നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾക്ക് ഇതിന് വേണ്ടെങ്കിലൊരു ചിക്കൻ സൂപ്പായി മാറ്റാം. ഈ വെജിറ്റബിൾസ് കണ്ടിട്ട് കുട്ടികൾ കുടിക്കണില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ഇഷ്ടാവുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ചിക്കന് ഉപ്പിട്ട് വെറുതെ ഒന്ന് വേവിച്ചിട്ട്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഒന്ന് പിച്ചിട്ട് അവസാനം ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ സൂപ്പായി മാറും കേട്ടോ. അങ്ങനെ ഇളക്കിയിട്ട് ഈ വെജിറ്റബിൾ സൂപ്പ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർക്കാം കേട്ടോ. ഓട്സൊക്കെ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മാഗി ക്യൂബ് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക. ചിക്കൻ മാഗി ക്യൂബ് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് നൽകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഉപ്പ് കൂടുതലാണ്, അതുകൊണ്ട് പ്രഷറൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് ഉപയോഗിച്ചാൽ മതി. നമ്മളെ കുരുമുളക് പൊടി ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്യണതാണെന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരണം കേട്ടോ. ഇതേപോലത്തെ നല്ല വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ലൊരു സൂപ്പാണ്, നല്ല ചൂടോടുക്കനെ കുടിക്കുക കേട്ടോ. ഇത് നമുക്ക് വിറ്റാമിൻസൊക്കെ കിട്ടും. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർ ചോദിച്ച് വാങ്ങി കഴിച്ചോളും.